അമേരിക്കയുടെ വാക്കും കേട്ട് പടപ്പുറപ്പാടിന് ഇറങ്ങിയ GCC രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ ഏക രാജ്യം സൗദിയാണ്. സൗദിക്ക് ഇപ്പോൾ ചരക്ക് ഗതാഗതം നടത്താൻ കഴിയുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് അവർക്ക് അന്യമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ചെങ്കടലിലെ കടലിടുക്കിലെ സാഹചര്യവും അവർക്ക് വളരെ ദുർഘടം പിടിച്ചതാവുകയാണ്. അവരോട് നേരിട്ട് ഇറാൻ ഇതുവരെയും യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് പോലും സാധ്യതകൾ ഏറി വരികയാണ്. ഇസ്രയേലുമായും അതുപോലെ തന്നെ അമേരിക്കയുമായും പെൻറ്റഗണുമായും മൊസാദുമായും സൗദി വളരെ നാളുകളായി ആത്മബന്ധം പുലർത്തുകയാണ് എന്നുള്ളത് ഇറാൻ ഭരണകൂടം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് വളരെ വ്യക്തമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതോ പൊറുക്കാൻ കഴിയുന്നതല്ല. അതായത് മിഡിൽ ഈസ്റ്റിനെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ഓപ്പറേഷൻ സ്റ്റിംഗ് ഓപ്പറേഷനുകൾക്ക് സൗദി ചൂട്ടുപിടിക്കുകയാണ്. നമുക്കറിയാം ഖത്തർ എന്ന രാജ്യം, ഖത്തർ അമേരിക്കയ്ക്ക് വേണ്ടി പല വഴിവിട്ട സഹായങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൗദി ചെയ്തതുപോലെ കടന്നു കയറി ആക്രമിക്കാൻ വേണ്ടിയുള്ള ധൈര്യമൊന്നും അവരുടെ കയ്യിലില്ല. മറ്റൊരു GCC രാജ്യവും കാണിക്കാത്ത ഒരുതരം പ്രത്യേക ധൈര്യം സൗദി കാണിക്കുകയാണ്. സൗദിയുടെ എണ്ണപ്പാടം നമുക്ക് എല്ലാവർക്കും അറിയാം. അരാംകോ എണ്ണപ്പാടം അതിന് തീ പിടിച്ച സാഹചര്യവും അതിനെ തുടർന്നുണ്ടായ പഴയ വാർത്തകളുമൊക്കെ. സൗദിയോട് ഒരു കാര്യം മുന്നറിയിപ്പ് പോലെ ഇറാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ രാജ്യത്തിനെ കൂടുതൽ താമസിക്കാതെ തന്നെ പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, ഞങ്ങൾ ആത്മസംയമനം പാലിക്കുകയാണ്. ഞങ്ങൾ നേരിട്ട് ആക്രമിക്കുന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചടി അത് സ്വതസിദ്ധമായ രീതിയിൽ കിട്ടുക തന്നെ ചെയ്യും. അമേരിക്കയുടെ മിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും അറിയില്ല. അവർക്ക് ഇറാഖിലും അതുപോലെ തന്നെ വെനസ്വേലയിലും ഒക്കെയുള്ള എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കണം. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, പ്ലണ്ടറിങ്, അതായത് കൊള്ളയടി. അതിന് അവർക്ക് യാതൊരു രീതിയിലുള്ള മൊറാലിറ്റിയും ഇല്ല, യാതൊരു രീതിയിലുള്ള അനുകമ്പയോ സഹതാപമോ ഒന്നുമില്ല. ലോകത്ത് തന്നെ എമ്പതിയില്ലാത്ത ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് എന്ന് ഇറാൻ പറയുന്നത് വസ്തുതകൾ മുന്നോട്ട് വെച്ചാണ്, കണക്കുകൾ മുന്നോട്ട് വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ഏറ്റവും കൂടുതൽ അമേരിക്ക ഭയപ്പെടുന്നത്. അമേരിക്കയുടെ ഭയം ചെറുതായല്ല. ഇറാൻ ആണവശേഷിയുള്ള രാജ്യമാണ് എന്ന ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നാൽ പിന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഷ്ടകാലത്തിൻ്റെ ഏറ്റവും ദുർഘടം പിടിച്ച നാളുകളായിരിക്കും. ഇസ്രയേൽ വല്ലാതെ തിളച്ച് രോഷാകുലരായി ഇസ്രയേൽ ജനത നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ആളുകൾ നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന രീതിയാണ്. കാരണം നെതന്യാഹു നാട് ഭരിച്ച് കുളമാക്കിയിരിക്കുകയാണ്. 25,000 സ്ക്വയർ കിലോമീറ്റർ നെടുനീളെ ഒരു ശവപ്പറമ്പാക്കി മാറ്റാൻ ഞങ്ങൾക്കധികം സമയം വേണ്ട എന്ന് മുസ്താബ ഖമൈനി പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, ചെയ്ത് പ്രവർത്തിച്ച് സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി സൃഷ്ടിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് ഖമൈനിയുടെ മകനായ മുസ്താബ.